ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ഓണം പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ മഴതോറും മുമ്പ് പരമ്പരയുടെ നാളത്തെ വിശേഷം ഒന്ന് കേട്ടു നോക്കിയാലോ. അപ്പൊ എല്ലാവരും നല്ല ഓണമൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു എന്ന് കരുതുന്നു. എല്ലാവർക്കും നല്ല സന്തോഷവും സമൃദ്ധിയും ഒക്കെ ചേർന്ന നല്ലൊരു ഓണം ആവട്ടെ എന്ന് തന്നെ ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ നമുക്ക് നാളത്തെ വിശേഷത്തിലോട്ട് പോകാം. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ടിട്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നാളത്തെ നമ്മുടെ മഴതോറും മുമ്പ് പരമ്പരയില് ആലീന ഒരു ഒന്നൊന്നര അഴിച്ചുപണി തന്നെ കൊളത്തൂപ്പിടെ നടത്തുകയാണ്. കാരണം പൗലോസിന്റെ ആ അഹന്തയും അഹങ്കാരവും കള്ളത്തരവും എല്ലാം ആലീന കയ്യോടെ പൊക്കണ ദിവസം ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ ബൈജുവും പൗലോസും ആന്റപ്പനും കൂടെ സാധനം മേടിക്കാനൊക്കെ ആയിട്ട് പോണേ. നമ്മൾ ആ സീൻ കണ്ടല്ലോ. അങ്ങനെ പോകുന്ന അപ്പൊ അലീന എങ്ങോട്ടായിട്ടാ പോണേന്നൊക്കെ ചോദിച്ചപ്പോ ഞങ്ങള് സാധനം മേടിക്കാൻ പോവാണ്. ആ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് മൂന്നുപേരും കൂടെ സാധനമൊക്കെ മേടിച്ച് വീട്ടിൽ വരെയാണ്. അങ്ങനെ അലീന അടുക്കളയിലോട്ട് വരെയാണ് കേട്ടോ. വന്നു കഴിഞ്ഞപ്പോ അത്യാവശ്യം കുറെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അലീന എല്ലാം നോക്കിയാണ്. അരിയൊക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുണ്ട്. അല്ല, ഇത് ഒരു മാസത്തേക്കുള്ള സാധനമാണോ കേട്ടോ വാങ്ങിയിരിക്കണേ? അപ്പൊ ആന്റപ്പൻ പറഞ്ഞു, അല്ല മോളെ, ഇതിപ്പോ ഞങ്ങൾ ഒരാഴ്ചത്തേക്ക് കണക്കാക്കിയാ മേടിക്കണേ. അപ്പൊ രൊക്കം കാശ് കൊടുത്താണോ വാങ്ങണ? അല്ല, ആഴ്ചക്ക്. അതിപ്പോ ചിലപ്പോ 2 ദിവസം കഴിയുമ്പോൾ മേടിക്കും, 3 ദിവസം കഴിയുമ്പോ സാധനങ്ങളുടെ കുറവും കൂടുതലും ഉള്ളതുപോലെയൊക്കെ ആയിട്ട് കാര്യങ്ങൾ ചെയ്യും മോളെ എന്ന് ആന്റപ്പൻ പറഞ്ഞു. അപ്പം അലീന ചോദിച്ചു, അല്ല അപ്പൊ നിങ്ങക്ക് പറ്റുബുക്ക് ഉണ്ടോന്ന് ചോദിച്ചു. ആ, പറ്റുബുക്കൊക്കെ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു. ഇതെന്തോരം അരിയുണ്ട് പൗലോസേട്ടാ? അപ്പൊ പറഞ്ഞു, ഏകദേശം ഒരു 50 കിലോ ഉണ്ടെന്ന് പറഞ്ഞു. ഏകദേശം, ഓഹോ 50. പക്ഷെ 50 കിലോയുടെ ഒരു മതിപ്പ് ഇതിന് തോന്നണില്ലല്ലോ പൗലോസേട്ടാ. അതൊന്നും എനിക്കറിയില്ല, 50 കിലോ എന്നെ തൂക്കി മേടിച്ചു എന്ന് പറഞ്ഞു. ഓ ശരി, ആ പറ്റുബുക്ക് ഒന്ന് എടുത്തോണ്ട് വരാൻ പറയും. അപ്പൊ പൗലോസ് ബൈജുവിന്റെ മുഖത്തൊന്ന് നോക്കിയിട്ട് പോയി പറ്റുബുക്ക് എടുത്തോണ്ടെന്ന് കൊടുക്കുകയാണ്. അല്ല, ഇതില് ഒന്നും കുറിപ്പിച്ചിട്ടില്ലല്ലോ. ആ, അത് ഞാൻ ബുക്ക് ഒന്ന് കൊണ്ടുപോവാൻ മറന്നു എന്ന് പൗലോസ് പറഞ്ഞു കേട്ടോ. അപ്പോ കണക്ക് അത് ഞാൻ ഇനി എഴുതി വെക്കും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ അലീന ഓക്കെ പറഞ്ഞു. അപ്പൊ അലീന ആ ബുക്ക് എടുത്ത് നോക്കിയപ്പോ ഇതിന് തൊട്ടു മുന്നേ ആയിട്ട് പിന്നെ അരി മേടിച്ചേക്കണത് എഴുതിയിരിക്കാം, 30 കിലോ അരി. അപ്പൊ ചോദിച്ചു, അപ്പൊ 30 കിലോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തതും എഴുതിയിട്ടില്ലെന്ന് ചോദിച്ചു. ഇതിന് ലാസ്റ്റ് എഴുതിക്കണ ഒരു 30 കിലോ. ആ കഴിഞ്ഞ ആഴ്ചത്തെയും കൂടെ കുറിക്കാനുണ്ട്, ഒരു 10 കിലോത്തിന്റെ. അപ്പൊ 30ഉം 10ഉം 40 കിലോ ഓൾറെഡി ഇവിടെ ഇരിക്കുകയാണ്. അതായത് ഒരു 5 ദിവസം കൊണ്ടുള്ള വാങ്ങിയത്. അപ്പൊ അത് കൂടാണ്ടാണോ ഈ 50 കിലോ ചെന്ന് ചേട്ടൻ മേടിച്ചെന്ന് വെച്ചു. ആ അതേന്ന് പറഞ്ഞു. അല്ല, ഇതിന് മാത്രം അരി നമുക്ക് എന്തിനാ? നമ്മളിവിടെ ആകെ എത്ര പേരാ ഉള്ള? അല്ല, അപ്പം പഴയ അരി ഇരിക്കല്ലേ, അപ്പൊ അത് തീർന്നിട്ട് വാങ്ങിയാ പോരായിരുന്നു എന്ന് അലീന പൗലോസിനോട് ചോദിച്ചു കേട്ടോ. ഈ സമയം നമ്മുടെ ഔതക്കുട്ടിച്ചായൻ അങ്ങോട്ട് വരെയാണ് കേട്ടോ. ഔതക്കുട്ടിച്ചായൻ, എന്താടി ചിന്നമ്മ ഇവിടെ? ഒന്നുമില്ല വല്യപ്പച്ച, ഞാൻ ചുമ്മാ ഇവര് മേടിച്ച സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. എടാ പൗലോസേ, എന്തെങ്കിലും കള്ളത്തരങ്ങളെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഹേയ്, എന്നതാ ഈ ചായൻ പറയണത്? ഞങ്ങൾ അങ്ങനെ കാണിക്കൂ എന്ന് പൗലോസിന്റെ അടുത്തൊരു ഡയലോഗ്. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലീന ചോദിച്ചു, അല്ല വല്യപ്പച്ച, ഇത് 50 കിലോ അരി ഉണ്ടെന്ന് പറയുന്നു. ഇത് 5 കിലോ പഞ്ചസാര. പക്ഷെ 5 കിലോയുടെ 50 കിലോയുടെ ഒന്നും ആ ഒരു മതിപ്പ് കിറ്റിനില്ലല്ലോ വല്യപ്പച്ച എന്ന് പറഞ്ഞു. വല്യപ്പച്ചനൊന്ന് പൗലോസിനെയും ബൈജുവിനെയൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കേണ്. ഇതെന്തോ തരികിട നടത്തിയിട്ടുണ്ട്, അത് തന്നെ കാര്യം ഒന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ അലീന പറ്റുബുക്ക് നോക്കി. അപ്പം 40 കിലോ അരിയുണ്ട്. ഇപ്പൊ പഴയ അരി എന്തോരം ഉണ്ടെന്ന് പൗലോസിനോട് ചോദിച്ചപ്പം അത് നോക്കണമെന്ന് പറഞ്ഞു. എവിടെ അരി ഇരിക്കണേ? അങ്ങനെ അലീന ചെന്ന് അരിപ്പെട്ടിയിൽ നോക്കണം കേട്ടോ. കൂടിപ്പോയ ഒരു 3-4 കിലോ അരി, അത്രയേ ഉള്ളൂ. അപ്പൊ അലീന തിരിച്ചു വന്നിട്ട് ചോദിച്ചു, അല്ല പൗലോസേട്ടാ, ഈ 40 കിലോ അരി 5 ദിവസം കൊണ്ട് ഇതെങ്ങനെ തീർന്നു? ഇവിടെ വല്യപ്പച്ചൻ 2 ദിവസം ഇല്ലായിരുന്നു, ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപവാസമായിരുന്നു, പിന്നെ അച്ഛനും നിങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. ഇതിന് മാത്രം അരി തിന്നുവോ? അത് അരി തീർന്നു, അതോ ഞാൻ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് പൗലോസ് കിടന്നൊന്ന് ഉരുളുന്നുണ്ട്. അപ്പൊ അലീന പറഞ്ഞു, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ പൗലോസ് ഏട്ടാ, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ അലീന പറഞ്ഞു, അല്ല വല്യപ്പച്ച, കണക്കുകളൊന്നും ശരിയാവണില്ല. ഇവര് പറയണ അനുസരിച്ചിട്ടാണെങ്കിൽ തൂക്കം കാണാനും ഇല്ല. എന്തായാലും എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട്. ആ കടക്കാരൻ എങ്ങനെ ഇനി പറ്റിച്ചോന്ന് അറിയില്ലല്ലോ. അങ്ങനെ അലീന പറഞ്ഞു, വല്യപ്പച്ചന് വണ്ടി ഓടിക്കാൻ അറിയോ? പിന്നെ ഇല്ലാണ്ട് ചിന്നമ്മ, ഞാൻ വണ്ടി ഓടിക്കില്ലേ. എന്നാലേ പൗലോസേട്ടാ, ബൈചേട്ടനും കൂടെ ഈ സാധനങ്ങളൊക്കെ ആ ജീപ്പിലോട്ടൊന്ന് എടുത്ത് കയറ്റാൻ പറയും. അപ്പൊ അതെന്തിനാ കുഞ്ഞ്? അല്ല, അയാൾ പറഞ്ഞ അത്രയും ക്വാണ്ടിറ്റി സാധനങ്ങളൊക്കെ ഇതിൽ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് അറിയണമല്ലോ. പിന്നെ ബുക്കിലെ കണക്കൊന്ന് എഴുതിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് നേരെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലോട്ട് വെക്കാണ്. പൗലോസിന് ഒരു മടിയും കാര്യങ്ങളൊക്കെയാണ്. എന്നാടാ പൗലോസ്, നിനക്കൊരു മടി?
നമ്മുടെ അവതക്കുട്ടിച്ചായൻ ചോദിച്ചു, ഏയ് ഒന്നുമില്ല മുതലാളി, ഞാൻ ദേ വെക്കണു. അങ്ങനെ രണ്ടുപേരും കൂടെ വെച്ചിട്ട് വെളിയിൽ വണ്ടി കയറാണ്ട് നിൽക്കാണ്. അലീന ചോദിച്ചു, അല്ല നിങ്ങൾ എന്തേ കയറാത്ത? അല്ല ഞങ്ങൾ എന്തിനാ പറഞ്ഞ കുഞ്ഞേന്ന് ചോദിച്ചു. നിങ്ങളും വരണം, നിങ്ങളല്ലേ സാധനം മേടിച്ചത്, ആ കടയിൽ ഈ സാധനങ്ങൾ കൊണ്ട് ഇറക്കിയേ ഓരോന്നും തൂക്കി നോക്കണോന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവതക്കുട്ടിച്ചായൻ പറഞ്ഞു, ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്തെങ്കിലും തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ പൗലോസേ നീ ഉള്ള സത്യം ഇങ്ങ് പറഞ്ഞേരേന്ന് പറയൂ കേട്ടോ. അപ്പൊ പറയും, ഞങ്ങളൊരു തിരിമറി നടത്തിയില്ല വിച്ചായ എന്ന് പറയൂ കേട്ടോ. നടത്താണ്ടിരുന്നാ കൊള്ളാം. അലീന എന്നിട്ട് വണ്ടി എടുത്തപ്പോ ഒന്നും കൂടെ, ഈ ഗേറ്റിന് കഴിയുന്നതിന് മുന്നേ ഒരിക്കൽ കൂടെ ഞാൻ ചോദിക്കണേ, ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങളോ മറിമായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞങ്ങൾക്കൊന്നുമില്ല കുഞ്ഞെന്ന് പറയും. ആ എന്നാ ശരി, എന്നാ വണ്ടി വിട്ടോ വല്യപ്പച്ചാന്ന് പറഞ്ഞു. നേരെ കടയിലോട്ട് പോവേണ്. പോകുന്ന വഴി പൗലോസും ബൈജു ഒക്കെ പരസ്പരം മോത്തോട് മോ നോക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും വല്ല കള്ളത്തരം പിടിക്കപ്പെടുവോ എന്തോ എന്നൊരു പേടി. അങ്ങനെ നമ്മുടെ അവതക്കുട്ടിച്ചായ നേരെ ഇവരെ കടയിൽ കൊണ്ടുവന്ന് നിർത്തേണ്. കടയിലെത്തി സാധനങ്ങളെല്ലാം അവരെ കൊണ്ട് പുറത്തെടുപ്പിച്ചു വെച്ചു. എന്റെ കടയിലെ ചേട്ട തൊഞ്ഞു, ചേട്ടാ ഈ സാധനങ്ങളുടെ ലിസ്റ്റ് ഒന്ന് എനിക്ക് ഈ ബുക്കിലോട്ട് എഴുതിയും തരണം, ഇതൊന്ന് തൂക്കിയും തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ പറഞ്ഞനുസരിച്ച് ഓരോ സാധനങ്ങൾ, അരി 50 കിലോ, പഞ്ചസാര 5 കിലോ, അങ്ങനെ ഓരോന്നോരോന്നോരോന്ന് എവിടെയെന്ന് വെക്കുകയാണ്. പക്ഷെ തൂക്കി നോക്കുമ്പോ തൂക്കം അത്രയില്ല, 40-30 കിലോ ഒക്കെ ഉള്ളൂ. അല്ല ഇതെന്നെ ഇങ്ങനെ ഒരു കുറവ്? അപ്പൊ കടക്കാരന്റെ അടുത്ത് ചോദിച്ചു, അല്ല ഏട്ടാ അരി 50 കിലോ എന്നല്ലേ പറഞ്ഞ, അത്രയും തൂക്കം അതിലില്ലല്ലോ. അതെനിക്കറിയാൻ മേല, ഇവിടെ നിന്ന് തൂക്കി കൊടുത്തപ്പോ 50 കിലോ അരിയാണ് തൂക്കി കൊടുത്ത, നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് മാറ്റി വെച്ചിട്ട് വേണം, അതായിരിക്കും കുറവ് വന്നത്. അലീന പറഞ്ഞു, അങ്ങനെ ഒരു മാറ്റിവെക്കലിന്റെ ആവശ്യം ഞങ്ങളെ കുടുംബക്കാർക്ക് ഇല്ലല്ലോ ഏട്ടാന്ന് പറഞ്ഞു. ആ എനിക്കറിയില്ല, ഇവിടെ നിന്ന് കൃത്യമായിട്ട് തൂക്കി കൊടുത്ത് വിട്ടേന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ കണക്കൊക്കെ ബുക്കിൽ എഴുതിന്. അയാൾക്കൊരു കടക്കാരൻ അത്ര അങ്ങോട്ട് ഇയാൾ പോരല്ലോ. അലീന മനസ്സിൽ ചിന്തിക്കാണ്, അയാളുടെ വില നിലവാരം കേട്ടിട്ടും അത്ര ഒരു മതിപ്പില്ല. അടുത്ത കടകളിലൊക്കെ അലീന പോയിട്ട് അരിയുടെയും പഞ്ചസാരയുടെയും ഒക്കെ വില ചോദിച്ചപ്പോൾ ഇവിടെ നല്ല കൂടുതലാട്ടോ. ആ കടകളിലും മറ്റൊന്നും അത്രയും റേറ്റ് ഇല്ല. അലീനയ്ക്ക് മനസ്സിലായി, ഈ കടക്കാരനും കൂടെ ഇവരൊപ്പം നിന്ന് നല്ല പൈസ പപ്പയുടെ കയ്യിൽ നിന്ന് വെട്ടിക്കുന്നുണ്ട് എന്നുള്ളത്. എന്താ ചെയ്യാ? എവിടെ ചെന്നാലും ഇതുപോലെയുള്ള കേസാണല്ലോ. അലീന വിട്ടുകൊടുക്കാനൊന്നും തീരുമാനിച്ചില്ല കേട്ടോ. അയാളടുത്ത് പറഞ്ഞു, അതെ ഇത്രയും വില കൂടി സാധനങ്ങൾ ചേട്ടൻ എന്തിനാ വിൽക്കണേ? അടുത്ത കടകളിലൊന്നും ഈ വില അല്ലല്ലോ. അതെ എന്റെ കടയിലെ വില നിലവാരം ഇതാണ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സാധനം മേടിച്ചാൽ മതി. ഞങ്ങൾ എന്നാ ഇനി ആലോചിച്ചിട്ട് സാധനം മേടിക്കണുള്ളൂ എന്ന് അലീനയും പറയണ. എന്റെ പൗലോസിന്റെ അടുത്തും ബൈജുവിന്റെയും മുഖത്ത് ഇങ്ങനെ നോക്കണ അലീന. അതെ സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടിക്കകത്ത് വെക്കാൻ പറയും. അങ്ങനെ സാധനങ്ങളെല്ലാം വണ്ടിയിനകത്തോട്ട് എടുത്ത് കയറ്റിയാണ്. എല്ലാം എടുത്ത് വെച്ച ശേഷം അലീന വാ വല്യപ്പച്ച പോവാന്ന് പറയും. വീട്ടിലെത്തി കഴിഞ്ഞ് സാധനങ്ങളെല്ലാം ഇറക്കി പൗലോസും നമ്മുടെ ബൈജും തല കുനിച്ച് നിൽക്കാൻ കേട്ടോ. അലീന ചോദിച്ചു, അല്ല സത്യം പറഞ്ഞ ഈ ഒരു കേസ് ഞാൻ എന്റെ പപ്പയോട് പറയില്ല, ഇതിൽ എന്ത് കള്ളത്തരമാണ് നടന്നതെന്ന് വെച്ചാൽ അത് തുറന്ന് നിങ്ങൾ പറഞ്ഞു. അവതക്കുട്ടിച്ചായനും ചോദിക്കാന്, എടാ വേ നീയൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തുടക്കം തന്നെ എനിക്ക് മനസ്സിലായ കാര്യ, ഇത് എവിടം വരെ പോകുമെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാന്ന് പറയും. അപ്പോഴേക്കും പൗലോസ് കമാന്നൊരക്ഷരം ഇണ്ടൂല്ലോ കേട്ടോ. അപ്പം ബൈജുവിനൊരു പേടി ഭയമൊക്കെ വരെയാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയണ്, ഞാൻ ഇത് പപ്പയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്ത് ഇതിന്നും വലുതായിരിക്കും. അതുകൊണ്ട് ഉള്ള സത്യം സത്യമായിട്ട് പറഞ്ഞോ. ഒടുവിൽ നമ്മുടെ ബൈജു ഭയന്ന് കാര്യം പറയണ്, എന്റെ പൊന്നു കുഞ്ഞ് സാബിന്റെ അടുത്തൊന്നും പറയല്ലേ, അതെ ഞങ്ങളും കടക്കാരനും കൂടെ ചേർന്നുള്ള ഒരു കളിയാണ്, ഞങ്ങൾ സാധനങ്ങൾ കൂട്ടി എഴുതി വിലയിടും, എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞങ്ങൾ തുല്യമായിട്ട് പങ്കിട്ടെടുക്കും കുഞ്ഞെന്ന് പറഞ്ഞു. ഇത് കേക്കണത് നമ്മുടെ ഔത കുട്ടിച്ചാൻ ഒരൊറ്റ തെറി അങ്ങ് പറയണേ, എടാ മറ്റോമാരെ നിനക്കൊക്കെ നാണം ഉണ്ടോടാ, തിന്ന ചോറിന് നന്ദി ഉണ്ടോടാ നായ്ക്കളെ എന്ന് പറഞ്ഞിട്ട് ഔതക്കുട്ടിച്ചായൻ അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം കേട്ടോ. അലീന പറഞ്ഞു, കൊള്ളാം, ചോറ് പപ്പയുടെ ചോറും തിന്നുകൊണ്ട് പപ്പയ്ക്കെതിരെയുള്ള കളി നന്നായിരിക്കുന്നു, നാണം ഉണ്ടോ നിങ്ങൾക്കൊക്കെ? ഈ വീട്ടിലെ അന്നമല്ലേ ഇത്രയും വർഷം നിങ്ങൾ കഴിച്ചത്, ആ ഒരു നന്ദിയെങ്കിലും എന്റെ പപ്പയോട് നിങ്ങൾക്ക് കാണിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു അലീന വേണ്ട രീതിയിൽ ഒച്ചയെടുക്കാൻ കേട്ടോ. ആവുതോ കുട്ടിച്ചായ മറുപടിക്കുക. പക്ഷെ ഇതിലൊന്നും നമ്മുടെ ആന്റപ്പന് കയ്യില്ല. കാരണം വെച്ചാൽ ആന്റപ്പൻ ഒരു കാര്യസ്ഥനാണ്. ആന്റപ്പൻ ഇവരെ പൈസയും ബില്ലും സെറ്റ് ചെയ്യും എന്നല്ലാണ്ട് ആന്റപ്പനെ അവന്മാർ ഇതിലിട്ട് കൂട്ടുകയുമില്ല. ആന്റപ്പന്റെ തല ഇതിൽ ആന്റപ്പൻ കൊണ്ട് വെച്ചു കൊടുത്തിട്ടുമില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം പൗലോസിന്റെ ബൈജുവിന്റെ കയ്യിൽ നിന്ന് പോവേണ്. അലീന എന്തായാലും
ഒരു താക്കീത് കൂടെ അവന്മാർക്ക് രണ്ടുപേർക്കും കൊടുക്കുകയാണ്. കാരണം മര്യാദയ്ക്ക് നിൽക്കാനാണെങ്കിൽ മാത്രം ഈ വീട്ടിൽ നിൽക്കാം, ഇല്ലെങ്കിൽ ഇപ്പൊ പെട്ടിയും പ്രമാണം എടുത്തോണ്ട് ഇറങ്ങിക്കോണം എന്നിങ്ങനെ അലീന പറയുന്നു. ബൈജു എന്റെ കുഞ്ഞെ ആരോടും പറയല്ലേ, സാബിനോട് ഒട്ടും പറയല്ലേ കുഞ്ഞെ എന്നൊക്കെ പറഞ്ഞിട്ട് ബൈജു ഇടയാണ്. പക്ഷെ പൗലോസിന് ഒരു കുലുക്കവും ഇല്ല കേട്ടോ. പൗലോസിന് ആ ഒരു നാണക്കേട് ഉണ്ടെന്നല്ലാണ്ട് പൗലോസ് അലീനയോട് താഴ്ന്നു കീന്ന് പറയാനൊന്നും പൗലോസ് നിൽക്കല്ല കേട്ടോ. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള തിരിമറിയായിരുന്നു നമ്മുടെ സ്റ്റാൻലി ജോസഫിനെതിരെ. അതായത് പൈസ വെട്ടിക്കല്ലേ, നല്ല കളി തന്നെ ഇത്രയും വർഷമായിട്ട്. ഓരോ ആഴ്ചയിലുമാണ് ഇവർ ഇത്രയും രൂപയുടെ വ്യത്യാസങ്ങൾ വരുത്തുന്നത്. അപ്പം ഇതൊന്നും സ്റ്റാൻലി തിരക്കാറുമില്ല, അതോ കുട്ടിച്ചായൻ ഒട്ടും തിരക്കാറുമില്ല. അങ്ങനെ ആകെ ഇടങ്ങേറ് പിടിച്ചൊരു കളിയായിപ്പോയി. ഇതിന്റെ ഇടയിൽ ഇവര് മൂന്നുപേരും കൂടെ സാധനം മേടിക്കാൻ പോയ സമയത്ത് നമ്മുടെ ആൻ്റപ്പൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അതെ ആ കുഞ്ഞിനോട് ഇടയിടത്തിച്ചിട്ട് നോക്കിയും കണ്ടും ഇടഞ്ഞോണം, കാരണം ആ കുഞ്ഞെ നിങ്ങളെയൊക്കെ ഒരു പരിധിക്ക് എത്തിക്കും. അപ്പോഴേക്കും പൗലോസ് പറഞ്ഞു, ആ എൽസമ്മ ചേച്ചിയും മക്കളും വന്ന് നിന്നാ എനിക്ക് ഇത്രയും പാടില്ല, എവിടെയോ ആർക്കോ ഉണ്ടായെന്നും പറയുന്നു, ആർക്കറിയാം സത്യം ഇതാർക്ക ഉണ്ടായെന്ന്, വന്നിട്ട് ദിവസങ്ങളായില്ല, അപ്പോഴേക്കും അവള് തലപൊക്കി തുടങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് പൗലോസും ബൈജു ഒക്കെ പറയുന്നു. അപ്പം ആൻ്റപ്പൻ ഒരു താക്കീത് കൊടുത്തായിരുന്നു, അവളെ കൂടെ കളിക്കാൻ, ആ കുഞ്ഞിനോട് കളിക്കാൻ നിങ്ങൾ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് സാധനം മേടിക്കാൻ അവർ ഫസ്റ്റ് പോയത് കേട്ടോ. അപ്പം ആ ഒരു ഇത് ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പൊ അത് കയറ്റി പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ ഏകദേശം വരുന്ന വിശേഷങ്ങൾ. നമ്മുടെ വീഡിയോസ് ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറയുന്നു. ഒപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേർന്നുകൊള്ളുന്നു. നമ്മുടെ സുമി മുഫാസ് സ്ക്രീൻഷോട്ടിന്റെ എന്റെ കുടുംബത്തിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.